നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്കായിട്ട് നോക്കാം. ഓക്കെ, ടു ഓഫ് കപ്സ്, വാവ്, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് കപ്സ്. അത് എന്തായാലും വരും എന്ന് നമുക്കറിയാമല്ലോ അല്ലെ. ടു ഓഫ് വാൻഡ്സ്, പക്ഷെ എന്തോ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എയ്റ്റ് ഓഫ് കപ്സ്, ലോങ് ഡിസ്റ്റൻസ്. ഫോർ ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് വാൻഡ്സ്, അത് ശരി. മജീഷ്യൻ, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് സെവൻ ഓഫ് വാൻഡ്സ്. ഓക്കെ, കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ. കുറച്ച് കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ടു ഓഫ് വാൻഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ ഡിവൈൻ. ടു ഓഫ് വാൻഡ്സ്, ഫൈവ് ഓഫ് വാൻഡ്സ്. ടു ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോൾ നിങ്ങളെ കാണാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാണണം എന്ന് വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടേതൊരു മ്യൂച്വൽ ലവ് ആണ്, പരസ്പരമുള്ള സ്നേഹമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ച് അവർ ജോലിയിലും ശ്രദ്ധിക്കുന്നുണ്ട്. ജോലിയിൽ വ്യാപൃതരായിട്ട് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ സ്നേഹം വീണ്ടും വീണ്ടും അവർക്ക് ഓർമ്മ വരുന്നതായിട്ട് കാണുന്നു. ടു ഓഫ് വാൻഡ്സ് വെച്ച് ഇവര് എന്താ ചെയ്യണമെന്നറിയോ? എനിക്ക് പ്രബലമായിട്ട് തോന്നുന്നത് ഇവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഫോർ ഓഫ് പെൻഡക്കിൾസ്, മാനസികമായിട്ട് രണ്ടുപേരും തമ്മിൽ അടുപ്പമുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുക, പ്ലാനിങ് തീരാത്ത ഒരവസ്ഥ. പറയാൻ വരും, പറയാതിരിക്കും എന്നുള്ള ഒരു സ്ഥിതിയാണ്. എയ്റ്റ് ഓഫ് കപ്സ്, വരും പോകും, വരും, കാണാൻ വരും, പറയണം എന്ന് വിചാരിച്ച് വരും, പക്ഷെ പറയാൻ സാധിക്കില്ല. തടസ്സങ്ങൾ അവിടെ വരും, കൺഫ്യൂഷൻ വരും, നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എന്നൊരു ഫീലിംഗ് അവർക്ക് വരും. അപ്പോൾ അവർ പറയില്ല, വേണ്ടത് തിരിച്ചു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത് കേട്ടോ. അവർക്ക് തുറന്ന് പറയണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് അനുകൂലമായിട്ട് വരുന്നില്ല. പറയാനുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടേത് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാനാണ് സാധ്യത. ലൈക്ക് നോട്ട് എല്ലാ ദിവസവും തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യം ഒരുപക്ഷെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല. ഈ ഒരു സർക്കിൾ പോലെ, അതായത് ആ ഒരു ലൂപ്പിൻ്റെ അകത്ത് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഒരേ പാറ്റേണിൽ നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം അവരുടെ മേജർ ആയിട്ടുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ല, പറയണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ തന്നെ ഓർക്കുകയാണ് എന്ത് ചെയ്യുമ്പോഴും, എന്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും നിങ്ങളെ തന്നെ ഓർക്കുന്നു എന്നാണ് കാണുന്നത്.